അഖിൽ, യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ ഗംഭീരമായിരുന്നു ഏട്ടാ. നോ സ്പീഡ് ബ്രേക്കേഴ്സ്, നോ യു ടേൺസ്, നോ ഷിഫ്റ്റിംഗ്സ്, നോ ബ്രേക്ക് ഡൗൺ. ഹാപ്പി ജേർണി. എടാ, ഞാൻ നിന്റെ ജീവിതയാത്രയെ കുറിച്ചല്ല ചോദിച്ചത്, കാർ യാത്രയെ കുറിച്ചാ ചോദിച്ചത്. ജീവിതം പോലെ സോഫ്റ്റ് ആയിരിക്കില്ലല്ലോ റോഡിലുള്ള യാത്ര. റോഡിലാണെങ്കിൽ കുഴികളുണ്ടാവും, തടസ്സങ്ങളുണ്ടാവും, സ്പീഡ് ബ്രേക്കേഴ്സ് ഉണ്ടാവും, ചില സ്ഥലങ്ങളിൽ ആക്സിഡന്റ് സംഭവിക്കും. അതൊന്നും സംഭവിക്കാതെ സേഫായിട്ട് എത്തിയല്ലോ അല്ലേ? നല്ല പ്ലാനോട് കൂടിയാണ് വന്നതെങ്കിൽ സേഫായിട്ട് തന്നെയായിരിക്കും എത്തിയിരിക്കുന്നത്. ഇയാൾ എന്തിനെ പറ്റി സംസാരിക്കുന്നേ? സംസാരമൊക്കെ ആകെ മാറിയിരിക്കുന്നല്ലോ. മോളെ കാർത്തികേ, എന്നെ കണ്ടിട്ടെന്താ മോള് മിണ്ടാതിരിക്കുന്നേ? അബേട്ടന്റെ ഗെറ്റപ്പ് കണ്ടപ്പോ ഏതോ പട്ടിപിടുത്തക്കാരനെന്നാ വിചാരിച്ചേ, ഏട്ടനാണെന്ന് വിചാരിച്ചില്ല. ഇത് പട്ടിപിടുത്തക്കാരന്റെ ഗെറ്റപ്പ് അല്ല മോളെ. നിനക്ക് 3 നേരം ഭക്ഷണം തരുന്ന കൃഷിക്കാരന്റെ ഗെറ്റപ്പാ. ഈ കൃഷിക്കാരനോ വയലും ഇല്ലായിരുന്നെങ്കിലുണ്ടല്ലോ എല്ലാരും പട്ടിണി അടക്കേണ്ടി വന്നേനെ, വിശന്ന് മരിക്കേണ്ടി വരുമായിരുന്നു. നിങ്ങളുടെ ഫാക്ടറിയിലിരിക്കുന്ന മെഷീനെ ഉപകരണങ്ങൾ തയ്യാറാക്കി തരുന്നതല്ലാതെ തിന്നാനൊന്നും ഉണ്ടാക്കി തരില്ല. ഭക്ഷണത്തിന് പകരം പുല്ല് തിന്ന് ജീവിക്കാൻ നമ്മള് പശുവും കാളയൊന്നും അല്ലല്ലോ. എന്താ ഇളയമേ, ഞാൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ? ഇതൊക്കെ എന്തിനാ എന്നോട് ചോദിക്കുന്നേ? എനിക്ക് എങ്ങനെ അറിയാം? ഭക്ഷണത്തിന് പകരം പുല്ല് തിന്ന് ജീവിക്കുന്ന മനുഷ്യരെ ഇളയമ ഇതുവരെ കണ്ടിട്ടില്ലേ? സ്വത്തിനു വേണ്ടിയും പണത്തിനു വേണ്ടിയും പദവിക്ക് വേണ്ടിയും ബുദ്ധിക്ക് പകരം പുല്ല് തിന്നുന്ന മനുഷ്യരെ കണ്ടിട്ടില്ലേ ഇളയമ്മ? എന്തോ അബി, പക്ഷെ ഞാൻ അങ്ങനെയുള്ളവളൊന്നല്ല. അവരെ പറ്റിയൊന്നും എന്നോട് ചോദിക്കരുത്. ചോദിച്ചില്ലെങ്കിൽ ഇളയമ ഒന്നും പറയില്ലല്ലേ? എന്താ ഇവൻ എല്ലാവരോടും ഒരു വല്ലാത്ത രീതി സംസാരിക്കുന്നേ? എന്ത് പറ്റി ഇവന്? അബി, കുറെ നേരമായോ വന്നിട്ട്? ഞങ്ങൾ രാവിലെ എത്തിയമ്മേ. ഞങ്ങൾ എത്തിയതിനു ശേഷം നിങ്ങളെല്ലാവരും വന്നേ. ഞാൻ ചോദിച്ചത് നീ എപ്പോഴാ കൃഷി സ്ഥലത്തൊന്നു വന്നേന്നാ. ജോലിക്കാരൊക്കെ ഉണ്ടായിട്ടും നീ എന്തിനാ പാടത്തേക്ക് പോകുന്നത് അബി? നമ്മുടെ സ്ഥലത്ത് നമ്മൾ കൃഷി ചെയ്യുന്നതിൽ എന്താണ് തെറ്റമ്മേ? നാളെ മുതൽ ഏട്ടനും അഖിലും കൂടെ നമ്മളോടൊപ്പം പാടത്ത് പണിയെടുക്കാൻ വരും. എന്റെ ഭർത്താവ് പാടത്ത് ജോലി ചെയ്യാനോ? ചെറിയ പ്രായത്തില് എന്റെ ഭർത്താവ്, നിന്റെ ഭർത്താവ്, അബി എല്ലാവരും കൃഷി ചെയ്തിട്ടുള്ളതാണ് കാർത്തിക. അവർക്ക് കൃഷി എന്ന് പറയുന്നത് പുതുമയല്ല. എന്നും പറഞ്ഞ് ഇപ്പൊ എന്തിനാ ആ ജോലിയൊക്കെ ചെയ്യുന്നേ? ആ ജോലിയൊക്കെ അഖിൽ എന്നെ മറന്നു കാണും. എന്താ അഖിൽ, നീ പാടത്തെ പണിയൊക്കെ മറന്നുപോയോ? ഏട്ടാ, ഏട്ടനെ മറന്നുപോയോ? ഹേയ്, അതിനൊരു ചാൻസും ഉണ്ടാവില്ല. ഒരു തവണ പഠിച്ച കാര്യങ്ങള് ഒരിക്കലും മറക്കില്ല. മീന് നീന്തൽ മറക്കോ? പക്ഷികള് പറക്കാൻ മറക്കോ? വേണമെങ്കിൽ നമ്മുടെ പാടത്ത് കാർത്തികേ, നീ കൂടെ വന്നോളൂ. നിന്റെ കണ്ണോട് നീ തന്നെ കാണും. വസുന്ധര, ഭക്ഷണം റെഡിയായോ?
എല്ലാം റെഡിയായി ഏട്ടാ. പിന്നെ എന്താ ഇങ്ങനെ നിക്കുന്നേ? വിളമ്പുന്നേ, വാ. അഖിൽ, ഇത്രയും നേരം സംസാരിച്ചത് നിന്റെ ഏട്ടനാണോ അതോ അഭിരാമാണോ? ഉറപ്പായിട്ടും അഭി തടയാൻ പോവാ. അവന്റെ വോയിസിൽ ആ കമാൻഡ് കേൾക്കുമ്പോ നിങ്ങൾക്കത് മനസ്സിലായില്ലേ? അതേടാ അഖിലേ, അഭിയെ കാണുമ്പോ എനിക്ക് തന്നെ പേടി തോന്നുക. അവൻ ഇങ്ങനെ സംസാരിച്ചിട്ട് ഒരുപാട് കാലായി. അത് വലിയ കാര്യമല്ല. ഒന്നിച്ച് ഭക്ഷണം കഴിക്കണമെന്നല്ലേ പറഞ്ഞേ? ഒരു തരി ചോറ് പോലും കഴിക്കാതെ ഞാൻ ആക്കിത്തരാം. വിശപ്പോടെ അവരെ എഴുന്നേറ്റ് പോകും. ഈ കാർത്തികയോടാണോ കളി? ഞാൻ ആരാണെന്ന് കാണിച്ചു കൊടുക്കാം. ഇത്രയും നേരം നീ എന്തെടുക്കായിരുന്നോ? അഭി അങ്ങനെയൊക്കെ സംസാരിക്കുമ്പോ നീ മിണ്ടാതിരിക്കില്ലായിരുന്നോ? ഭക്ഷണം കഴിക്കുന്ന നേരത്ത് കണ്ടോ ഞാൻ എന്താ ചെയ്യുന്നതെന്ന്? വളരെ സൂക്ഷിക്കണം. അവനിപ്പോ പഴയതുപോലെയല്ല, ഒരുപാട് മാറ്റമുണ്ട്. ഭക്ഷണം കഴിക്കാൻ വാ. ആ ഇളയമേ, ഒരു മിനിറ്റ്. എന്താ അഭി? അഖിലും കാർത്തിക എവിടെ? ദാ അവരെത്തിയല്ലോ. കാർത്തിക ഇരിക്കാൻ വരട്ടെ. എല്ലാവരും നിലത്തെന്തിനാ ഇരിക്കുന്നേ? ഡൈനിങ് ടേബിൾ എവിടെ? ഇവിടെ ഡൈനിങ് ടേബിൾ ഒന്നും ഇല്ല മോളെ. ഇവിടെ എല്ലാരും നിലത്തിരുന്നാ കഴിക്കുന്നത്. അമ്മേ, എന്താ അവിടെ തന്നെ നിൽക്കുന്നേ? വിളമ്പി തരണമല്ലോ അബി. അമ്മ ഇവിടുത്തെ കുടുംബനാഥയാ. അമ്മയ്ക്ക് 3 മരുമക്കളും ഉണ്ട്. പിന്നെന്തിനാ അമ്മ വിളമ്പേണ്ട ആവശ്യം? വാ വാ വന്നിരിക്കും, വാ. മുത്തശ്ശി വന്ന് എന്റെ അടുത്തിരിക്കേ. ഞാൻ അവിടെ ഇരുന്നോളാം ഉണ്ണി. വേണ്ട ഉണ്ണി, എന്റെ അടുത്ത് തന്നെ ഇരിക്കണം. വാ. വേറെ എവിടെയും സ്ഥലമില്ലാത്തതുപോലെ നീ എന്റെ അടുത്ത് തന്നെ വന്നിരിക്കുകയല്ലേ? ഞാനായിട്ട് വന്നിരുന്നതല്ല, നിങ്ങളുടെ പേരെക്കുട്ടി ഇരുത്തിയതാ. അവര് പറഞ്ഞെന്ന് പറഞ്ഞു നീ വന്നിരിക്കൂ. ഇപ്പൊ എന്ത് വേണം? ഞാൻ ഇവിടെ ഇരിക്കാൻ പാടില്ലേ? നീ നിന്റെ മക്കളുടെ അടുത്ത് പോയിരിക്കും. അച്ഛാ, അമ്മ എന്തിനാ വഴക്ക് പറയുന്നേ? വിളമ്പുന്നവരോടല്ലേ ചോദിക്കേണ്ടത്. അത് പോട്ടെ, വിളമ്പാൻ പോകുന്നത് ആരാ അഭി? നിങ്ങളാണ് ഇളയമ്മേ. ഞാനാ? എനിക്കല്ലെങ്കിലേ നടുവേദന അഭി. ഇരുന്നാ എണീക്കാനും പറ്റില്ല, എണീറ്റാ ഇരിക്കാനും പറ്റില്ല. ഓ അങ്ങനെയാണല്ലേ. എന്നാലേ ഇളയമായിരുന്നു. അയ്യോ, എന്നെ രക്ഷിച്ചല്ലോ ദൈവമേ. അബി, ഞാൻ വിളമ്പട്ടെ? ഏയ് വേണ്ട ഏട്ടത്തി. അമ്മ ഈ കുടുംബത്തിന്റെ നാഥയാ. ഇളയമ്മയ്ക്കാണെങ്കിൽ നടുവേദനയും. എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. 4 മാസം കൂടി കഴിഞ്ഞാ ഏട്ടത്തി ഒരു അമ്മായിയമ്മയാവാൻ പോവാ. ആ സ്ഥാനം എങ്ങനെയാണെന്ന് ഇപ്പൊ തന്നെ അങ്ങ് ശീലിച്ചോളൂ. എന്താ? അത് മാത്രല്ല, ഏട്ടത്തി ഈ വീട്ടിന്റെ മൂത്ത മരുമകളാ. ഇങ്ങോട്ടൊന്ന് ഏട്ടന്റെ അടുത്തിരുന്നേ. കാർത്തികേ, നീ കുറച്ചങ്ങോട്ട് നീങ്ങി നിൽക്ക. അഭി എന്താ ആരെയും വിളമ്പാൻ സമ്മതിക്കാത്തത്? ഇരിക്കേട്ടത്തി, ഇരിക്കേ. അല്ല, എല്ലാരും ഇരുന്ന് കഴിഞ്ഞല്ലോ. അപ്പൊ വിളമ്പുന്നത് ആരാ? ഓ, വസു ആയിരിക്കല്ലേ? ഞാൻ വിളമ്പി തരാം ഇളമ്മേ. വസുന്ധരെ, കുട്ടികൾ ഭക്ഷണം കഴിച്ചോ? അവര് കഴിച്ചിട്ടില്ല. എല്ലാവരും കൂടി ഒരുമിച്ച് കഴിക്കാന്ന് പറഞ്ഞു. എന്തായി പറയുന്നേ? അങ്ങനെയൊന്നും അവര് കഴിക്കില്ലെന്നേ. നീ അടുത്തിരുന്ന് വാരി കൊടുത്തെങ്കിലേ കഴിക്കൂ. അതുകൊണ്ട് നീ അവർക്ക് അടുത്തിരുന്ന് വാരി കൊടുക്ക. എന്താടാ അഭി ഇത്?
അവര് സ്കൂളിൽ പോകുമ്പോ അവര് തന്നെയല്ലേ കഴിക്കുന്നേ. അവര് സ്വന്തമായിട്ട് കഴിക്കുന്നേ ഞാൻ കണ്ടിട്ടുള്ളതാ. കുട്ടികൾ തന്നെത്താനെ കഴിച്ചോളുന്നേ. ആ, വാഴയിലയില് അവർ ആദ്യമായിട്ടല്ലേ കഴിക്കാൻ പോകുന്നേ, അതുകൊണ്ടാ പറഞ്ഞത്. ഒരു കാര്യം ചെയ്യാം, കുട്ടികൾക്ക് ഇളയമ്മ വാരി കൊടുക്ക്. അയ്യോ, ഇവർ 1 മണിക്കൂറായാലും കഴിച്ചെഴുന്നേക്കില്ല. എനിക്ക് അത്രയും ക്ഷമയല്ല മോനെ. പറ്റില്ല അല്ലേ? അപ്പോ ഇളയമ്മ മിണ്ടാതിരുന്ന് കഴിക്കാൻ നോക്ക്. ആ, വിളമ്പിയിരുന്നെങ്കിൽ ഞാൻ കഴിച്ചേനെ അബി. അല്ലേ ഇപ്പൊ ആര് വിളമ്പുന്നേ? ഈ വീടിന്റെ ഇളയ മരുമകൾ നമ്മുടെ അഖിലിന്റെ വൈഫ് കാർത്തിക. എന്താ അഖിൽ എന്നോട് വിളമ്പാൻ പറയുന്നേ? വേറെ വഴിയില്ല കാർത്തിക. സ്ഥലം വിറ്റ് കിട്ടുന്നവരെ എല്ലാം മൗനമായിട്ട് സഹിച്ചേ പറ്റൂ. വസുന്ധരെ, നീ കുട്ടികളുടെ അടുത്തിരുന്ന് അവർക്ക് വാരി കൊടുക്കാൻ നോക്ക്. എല്ലാവർക്കും ഭക്ഷണം കാർത്തിക വിളമ്പിക്കോളും. പാവം, അവക്കന്ന് ശീലല്ല അബി. ഇങ്ങനെയൊക്കെയല്ലേ ഇളയമ്മ ശീലിക്കുന്നേ. വേണമെങ്കിൽ ഇളയമ്മ കൂടെ അവളൊന്ന് ഹെൽപ്പ് ചെയ്തേക്ക്. അയ്യോ, എന്നെ കൊണ്ടൊന്നും പറ്റില്ല. മോളെ കാർത്തികേ, വന്ന് വിളമ്പിക്കേ. ആദ്യം എല്ലാവരുടെ ഇലയിൽ വെള്ളം തിളക്കി. വന്ന് തുടങ്ങ്. അതിനുശേഷം എല്ലാവർക്കും കുടിക്കാൻ വെള്ളം വെക്ക്. പിന്നെ കറികൾ വെച്ചിട്ട് ചോറ് വിളമ്പ്. ആഹാ, കൊള്ളാലോ. ഇളയമ്മയ്ക്കും വിളമ്പുന്ന ഓർഡറൊക്കെ നന്നായിട്ട് അറിയാലോ. ആ മോളെ കാർത്തികേ, എല്ലാവർക്കും പെട്ടെന്ന് വിളമ്പുന്നേ. എന്താ കാർത്തിക ഇത്? ചോറ് ആരെങ്കിലും ആദ്യം വിളമ്പുമോ? വിളമ്പുന്ന രീതി ഇങ്ങനെയല്ല. ആദ്യം കറികളാണ് വിളമ്പേണ്ടത്. ആ കാർത്തികേ, ആദ്യം നിന്റെ ഭർത്താവിനാ വിളമ്പേട്ടെ. അവന്റെ അവിടെ ഇരിക്കുക. അത് വിളമ്പിക്കോ. ചോറല്ല മോളെ, തോരൻ. വെള്ളം എടുക്കും മോളെ. വാട്ടർ വാട്ടർ. വെള്ളമല്ലേ? ഒരു മിനിറ്റ്. ആ കറി വിളമ്പ്. കാർത്തിക, കുറച്ച് പരിപ്പിങ് എടുക്കോ. ഉണ്ണിക്ക് വെള്ളം വേണോന്ന്.
മര്യാദക്ക് ഇരിക്കാൻ വയ്യേ? ആ. ഇന്ന് ഇവളുടെ ഗതി അതോ ഗതി. ഒരു തരി ചോറ് പോലും അവിയെ കൊണ്ട് കഴിപ്പിക്കാതെ വിശപ്പോടെ വീട് നിറക്കി വിടുമെന്ന് വലിയ ഡയലോഗ് അടിച്ചതല്ലേ. ഇന്ന് ഇവള് വിശന്ന് ചാകുന്ന തോന്നുന്നു. മോളെ കാർത്തികേ, എല്ലാരും ഭക്ഷണം കഴിച്ചതിന് ശേഷം എച്ചിലല്ല നീ എടുക്കണ്ട. ഞാൻ എടുക്കാനോ? വിളമ്പുന്ന ആൾക്കാർ വേണം ഇലയെ എടുക്കേണ്ടത്. അങ്ങനെ ചെയ്താൽ പുണ്യം കിട്ടും. എന്താ പറഞ്ഞേ? എച്ചിലില്ല എടുക്കുന്നത് പുണ്യാണോ? അതാണ് മോളെ സമ്പ്രദായം. അയ്യോ, മുറുക്കാൻ പറ്റി എടുക്കാൻ മറന്നല്ലോ. ഓ, ഇനിയിപ്പോ എഴുന്നേറ്റ് പോയി എടുക്കണമല്ലോ. മൂക്കൂട്ട കഴിച്ചു. മോനെ ഉണ്ണി, ഇങ്ങോട്ട് വന്നേ. എന്താ മുത്തശ്ശ? വെളിയിൽ എന്റെ മുറുക്കാൻ പറ്റി ഇരിപ്പുണ്ട്, ഇങ്ങെടുത്തോണ്ട് പോവാ മോനെ. വെറ്റിലപ്പെട്ടി എന്തിനാ മുത്തശ്ശ? വെറ്റിലപ്പെട്ടിയില് വെറ്റില, പാക്ക്, ചുണ്ണാമ്പ് അതെല്ലാം ചേർത്ത് ചവയ്ക്കാൻ വേണ്ടിട്ടാ. ഇപ്പോഴല്ലേ വയറ് നിറച്ച് കഴിച്ചത്, പിന്നെ വീണ്ടും എന്തിനാ വെറ്റിലയൊക്കെ കഴിക്കുന്നേ? കഴിച്ചതൊക്കെ ദഹിക്കാൻ വേണ്ടിയാ. പെട്ടെന്ന് പോയി എടുത്തോണ്ട് വന്നേ. മുത്തശ്ശന് ഞാൻ കൊടുക്കാം. ഇല്ല, ഞാൻ കൊടുക്കാം. ഈ ബോക്സ് മുത്തശ്ശന് നമ്മൾ കൊടുക്കാൻ പാടില്ല. പിന്നെ മുത്തശ്ശിയുടെ കയ്യിൽ കൊടുത്തു വിടാം. മുത്തശ്ശി എവിടെ പോയി? വസു, എന്താ അമ്മേ? എനിക്ക് ഹോളിൽ പായ വിരിച്ച് തരുവോ? എന്തിനാ അമ്മേ? അച്ഛനും അമ്മയും റൂമിൽ ബെഡിൽ കിടന്നാ പോരെ? ഇപ്പൊ അമ്മയും അച്ഛനും തമ്മിൽ അത്ര രസത്തിലല്ല വസു. വീണ്ടും വഴക്കിട്ടോ രണ്ടാളും? അദ്ദേഹം തുടങ്ങിയത് വസു. അമ്മയ്ക്ക് കുറച്ച് താഴ്ന്നു കൊടുത്താൽ എന്താ? ഞാനെന്തിനാ താഴ്ന്നു കൊടുക്കുന്നേ? അദ്ദേഹം താഴുകയാണെങ്കിൽ ഞാൻ അതിലും താഴ്ന്നു കൊടുക്കാം. ഈയിടയ്ക്ക് കല്യാണം കഴിഞ്ഞ ദമ്പതിമാരെ പോലെ നിങ്ങൾ എന്തിനാ വഴക്കിടുന്നേ? ഇത് നീ ചെന്ന് അദ്ദേഹത്തോട് പറയേ. അദ്ദേഹത്തിനിപ്പോ പ്രായം കുറഞ്ഞു വരിക എന്നുള്ള തോന്നല. അച്ഛന്റെ വയസ്സ് കുറയുമ്പോ അമ്മയുടെ വയസ്സും കുറയല്ലേ ചെയ്യുന്നത്? മുത്തശ്ശി, മുത്തശ്ശി, എന്താ ഉണ്ണി? ഈ മുറുക്കാൻ പെട്ടി കൊണ്ടുവരാനായിട്ട് മുത്തശ്ശൻ പറഞ്ഞായിരുന്നു. കഴിച്ചു കഴിഞ്ഞതിന് ശേഷം വെറ്റില മുറുക്കിയില്ലെങ്കിൽ അദ്ദേഹത്തിന് ഉറക്കം വരാറില്ല. നീ തന്നെ കൊണ്ടുപോയി കൊടുക്ക്. മുത്തശ്ശി കൊടുക്കണോന്നാ മുത്തശ്ശൻ പറഞ്ഞേ. എന്നോട് കൊണ്ടു ചെല്ലാനോ? അതേ മുത്തശ്ശി, മുത്തശ്ശി തന്നെ കൊണ്ടു കൊടുക്കണോന്ന്. കണ്ടല്ലോ, അച്ഛൻ ഇപ്പൊ താഴ്ന്നു തന്നേക്ക. ഇനി അമ്മ വെറുതെ വാശി കാണിക്കരുത്. ഒന്ന് ചെല്ലമ്മേ. ഇനിയും അമ്മ വാശി പിടിച്ചിരുന്ന അച്ഛന് ദേഷ്യം കൂടേ ഉള്ളൂ. കഴിക്കുന്ന സമയത്ത് ഇങ്ങനൊന്നും അല്ലായിരുന്നല്ലോ. ഇപ്പോഴാണെങ്കിൽ മുറുക്കാൻ പെട്ടി കൊണ്ടുവരാനായിട്ട് കുട്ടികളെ പറഞ്ഞ് ഏർപ്പെടുത്തിയിരിക്കുന്നു. ഇങ്ങൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. ചെല്ലമ്മേ. കുട്ടികളെ, നിങ്ങൾ വരൂ, നമുക്ക് കിടന്നാലോ? വസു, എന്താ ചേച്ചി? കുറച്ചു മുൻപുള്ള അബിയുടെ പെർഫോമൻസ് സൂപ്പർ ആയിരുന്നു. ഞാനും ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല ചേച്ചി. അബിക്ക് എന്റെ വക ഒരു താങ്ക്സ് പറഞ്ഞേക്ക്. ശരി ചേച്ചി, വാ മക്കളെ.
ഇതെന്താ ഇവള് കൊണ്ടുവരുന്നേ? നീ എന്തിനാ വന്നത്? ഏട്ടൻ എന്താ അറിയില്ലേ? അറിയാമെങ്കിൽ പിന്നെ ഞാൻ ചോദിക്കൂ. മുറുക്കാൻ പെട്ടി കൊണ്ടുവരാനായിട്ട് കുട്ടികളെ പറഞ്ഞ് ഏർപ്പെടുത്തിയത് ഏട്ടനല്ലേ? കുട്ടികളെടുത്താ